ഐറാസ് ജികെ വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ലോകത്ത് പാലുൽപാദനത്തിൽ മുന്നിട്ട് നിൽക്കുന്ന രാജ്യം ഏത്? റഷ്യ, ഇറ്റലി, ചൈന, ഇന്ത്യ. ഉത്തരം ചൈന. എല്ലുകളുടെ ആരോഗ്യത്തിന് ഗുണം ചെയ്യുന്ന സുഗന്ധവ്യഞ്ജനം ഏത്? ഗ്രാമ്പു, കുരുമുളക്, കറുവപ്പട്ട, ജാതിക്ക. ഉത്തരം കുരുമുളക്. പാവപ്പെട്ടവന്റെ മത്സ്യം എന്നറിയപ്പെടുന്നത്? അയല, നെത്തോലി, ചാള, കരിമീൻ. ഉത്തരം ചാള. പറക്കും കുറുക്കൻ എന്നറിയപ്പെടുന്നത്? ചിത്രശലഭം, വവ്വാൽ, കഴുകൻ, കാക്ക. ഉത്തരം വവ്വാൽ. പല്ലുവേദന കുറയ്ക്കുന്ന ഇല ഏത്? പേരയില, പ്ലാവില, തുളസി, അരൂത. ഉത്തരം പേരയില. അമിതമായാൽ കരളിന് ദോഷം ചെയ്യുന്നത്? ഉലുവ, ജീരകം, എള്ള്, പാൽ. ഉത്തരം ജീരകം. ഒന്നാം ലോക മഹായുദ്ധം ആരംഭിച്ച വർഷം ഏത്? 1903, 1909, 1914, 1945. ഉത്തരം 1914. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത്? ഒഡീസ, കർണാടക, ഹരിയാന, കാശ്മീർ. ഉത്തരം കർണാടക. അടയിരിക്കുന്ന അച്ഛൻ എന്നറിയപ്പെടുന്ന പക്ഷി ഏത്? പ്രാവ്, പെൻഗ്വിൻ, മൈന, ഒട്ടകപക്ഷി. ഉത്തരം ഒട്ടകപക്ഷി. പുളിയുള്ള മുളകുകൾ കാണപ്പെടുന്ന രാജ്യം ഏത്? പെറു, ജർമ്മനി, മൊറോക്കോ, ഇറ്റലി. ഉത്തരം പെറു. ജ്ഞാനത്തിന്റെ പ്രതീകം എന്നറിയപ്പെടുന്നത്? ഹമ്മിങ് ബേർഡ്, പൂച്ച, മൂങ്ങ, നായ. ഉത്തരം മൂങ്ങ. നല്ല ഉറക്കം ലഭിക്കാൻ സഹായിക്കുന്ന പാനീയം ഏത്? കട്ടൻ ചായ, കാപ്പി, ഇളനീർ, ചൂടുപാൽ. ഉത്തരം ചൂടുപാൽ. ഇന്ത്യയുടെ തലസ്ഥാനമായി ഡൽഹിയെ പ്രഖ്യാപിച്ച വർഷം ഏത്? 1945, 1956, 1987, 1991. ഉത്തരം 1991. ലോകത്ത് ആദ്യമായി ഇഞ്ചി കൃഷി ചെയ്തത് എവിടെയാണ്? അമേരിക്ക, ഇറ്റലി, അൽബേനിയ, ചൈന. ഉത്തരം ചൈന. ലോക പരിസ്ഥിതി ദിനം എന്നാണ്? ജനുവരി 13, ഏപ്രിൽ 23, ജൂൺ 5, ഒക്ടോബർ 26. ഉത്തരം ജൂൺ 5. കിഡ്നിയുടെ ആരോഗ്യത്തിന് ഉത്തമമായ പഴം ഏത്? പപ്പായ, മാതളം, ഓറഞ്ച്, ആപ്പിൾ. ഉത്തരം മാതളം. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം ഏത്? 1912, 1915, 1917, 1919.
ഉത്തരം 1919. സസ്യഭോജിയായ മത്സ്യം ഏത്? ചാള, കരിമീൻ, ചെമ്പല്ലി, കണ. ഉത്തരം കരിമീൻ. സൗദി അറേബ്യയുടെ ദേശീയ മൃഗം ഏത്? ഒട്ടകം, കടുവ, സിംഹം, കുതിര. ഉത്തരം ഒട്ടകം. കേരളത്തിന്റെ പ്രിയപ്പെട്ട പഴം എന്നറിയപ്പെടുന്നത്? ചക്ക, മാമ്പഴം, റംബുട്ടാൻ, ഷമാം. ഉത്തരം ചക്ക. മഞ്ഞപ്പിത്തം തടയുന്ന ജ്യൂസ് ഏത്? കരിമ്പ് ജ്യൂസ്, ഓറഞ്ച് ജ്യൂസ്, ആപ്പിൾ ജ്യൂസ്, മുസംബി ജ്യൂസ്. ഉത്തരം കരിമ്പ് ജ്യൂസ്. ഇന്ത്യയിൽ ഫ്ലാഗ് കോഡ് നിലവിൽ വന്നത് എന്നാണ്? 2001 ജനുവരി 6, 2002 ജൂൺ 26, 2004 മാർച്ച് 23, 2006 ഏപ്രിൽ 5. ഉത്തരം 2002 ജൂൺ 26. പുരുഷന്മാർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന നിറം ഏത്? മഞ്ഞ, പച്ച, വെള്ള, നീല. ഉത്തരം നീല. ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പാടില്ലാത്ത പച്ചക്കറി ഏത്? കാബേജ്, മുള്ളങ്കി, സവാള, തക്കാളി. ഉത്തരം സവാള. ബ്രോയിലർ ചിക്കൻ എത്ര ദിവസം കൊണ്ട് പൂർണ്ണ വളർച്ചയെത്തും? 42, 48, 54, 65. ഉത്തരം 48. ഏത് മൃഗത്തിന്റെ ഹൃദയമാണ് മനുഷ്യന് വിജയകരമായി മാറ്റിവെച്ചിട്ടുള്ളത്? കുതിര, മുയൽ, പശു, പന്നി. ഉത്തരം പന്നി. ചുമയ്ക്ക് ഏറ്റവും ഫലപ്രദമായ പഴം ഏത്? നാരങ്ങ, മുന്തിരി, മാതളം, വത്തക്ക. ഉത്തരം നാരങ്ങ. കുളമ്പുകളില്ലാത്ത മൃഗം ഏത്? ചീറ്റ, കുറുനരി, കടുവ, സിംഹം. ഉത്തരം കുറുനരി. അമേരിക്കൻ ബുള്ളി എക്സൽ നായകളെ നിരോധിക്കുന്ന രാജ്യം ഏത്? ഇറ്റലി, ജപ്പാൻ, UK, പാകിസ്ഥാൻ. ഉത്തരം UK. ആർത്തവ വേദന കുറയ്ക്കാൻ സഹായിക്കുന്ന പാനീയം ഏത്? പാൽ, ഉലുവവെള്ളം, നാരങ്ങവെള്ളം, ഇളനീർ. ഉത്തരം ഉലുവവെള്ളം. കൊളസ്ട്രോൾ വർധനവ് കുറയ്ക്കാൻ സഹായിക്കുന്നത്? ജീരകം, മുട്ട, ചീരുള്ളി, പാൽ. ഉത്തരം ചീരുള്ളി. ഭാഷകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന ഭാഷ ഏത്? തമിഴ്, മലയാളം, ഹിന്ദി, ഇംഗ്ലീഷ്. ഉത്തരം ഇംഗ്ലീഷ്. ഇന്ത്യയുടെ ദേശീയ ചിഹ്നത്തിൽ എത്ര സിംഹങ്ങളുണ്ട്? 3, 4, 7, 9. ഉത്തരം 4. ശരീരത്തിന് എനർജി നൽകുന്ന പഴം ഏത്? കിവി, മാമ്പഴം, തണ്ണിമത്തൻ, സപ്പോട്ട. ഉത്തരം സപ്പോട്ട.
ആധാർ കാർഡിൽ എത്ര നമ്പറുകൾ ഉണ്ട്? 6, 8, 12, 15. ഉത്തരം 12. ലോകത്ത് ഏറ്റവും കൂടുതൽ തേങ്ങ കൃഷി ചെയ്യുന്ന നാടേത്? അമേരിക്ക, ഇന്ത്യ, ഇറ്റലി, ഇന്തോനേഷ്യ. ഉത്തരം ഇന്തോനേഷ്യ. ചൈനീസ് റോസ് എന്നറിയപ്പെടുന്നത്? ചെമ്പരത്തി, തുളസി, മുല്ല, ഓർക്കിഡ്. ഉത്തരം ചെമ്പരത്തി. നെല്ലിക്കയിൽ അടങ്ങിയിട്ടുള്ള വിറ്റാമിൻ ഏത്? വിറ്റാമിൻ എ, വിറ്റാമിൻ ബി, വിറ്റാമിൻ സി, വിറ്റാമിൻ ഡി. ഉത്തരം വിറ്റാമിൻ സി. നെഞ്ചിലെ കഫക്കെട്ട് മാറ്റാൻ സഹായിക്കുന്നത്? ഗ്രാമ്പൂ, ഇഞ്ചി, കുരുമുളക്, ഏലം. ഉത്തരം ഇഞ്ചി. അന്നജം അടങ്ങിയ ഭക്ഷണം ഏത് അവയവത്തിനാണ് ആരോഗ്യകരം? ഹൃദയം, കിഡ്നി, ആമാശയം, ശ്വാസകോശം. ഉത്തരം ആമാശയം. വിശാലമായ പരന്ന നെറ്റിയുള്ളവരുടെ ലക്ഷണം എന്ത്? ധനയോഗം, ആരോഗ്യം, കടക്കെണി, ബുദ്ധിമതി. ഉത്തരം ബുദ്ധിമതി. നിങ്ങൾക്കായുള്ള ചോദ്യം: മനുഷ്യന് ആദ്യം വളരുന്ന അവയവം ഏത്? കണ്ണ്, ഹൃദയം, തലച്ചോർ, കാൽ. നിങ്ങൾക്കറിയാവുന്ന ഉത്തരം കമന്റ് ചെയ്യൂ. ശരിയായ ഉത്തരം അടുത്ത വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ്. നിങ്ങളുടെ സ്കോർ കമന്റ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.